കല്ലടയാറ്റിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങവേ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ ഒഴുക്കിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന +1 വിദ്യാർത്ഥി മരിച്ചു എന്ന അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് മലയോര മേഖലയിൽ നിന്നും ഇന്ന് രാവിലെ പുറത്തു വന്നത്. മടത്തറ കൊല്ലായിൽ സത്യമംഗലം ഹസ്ന മൻസിലിൽ നുജൂമുദ്ദീൻ സജീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് അഹ്സനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. ചിതറ പരുത്തി SNHSലെ +1 വിദ്യാർത്ഥിയാണ് അഹ്സാൻ. ഈ കഴിഞ്ഞ 3-ാം തീയതി സുഹൃത്തുക്കളുമായി അവധിക്കാലം ആസ്വദിക്കാൻ കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലത്തെത്തുകയായിരുന്നു. ഇവിടെ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് അഹ്സാൻ മുങ്ങി താഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി പ്രാഥമികമായ ചികിത്സകളൊക്കെ ലഭ്യമാക്കി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അഹ്സാൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ശാന്തമായി ഒഴുകുന്ന കല്ലടയാറ്റിലെ അപകടം പതിയിരിക്കുന്ന മിൽപ്പാലം ഭാഗത്ത് ഇതിനോടകം 10-ലധികം മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ എത്തുന്നവർ അപകട മുന്നറിയിപ്പ് അവഗണിക്കുന്നതും സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവവുമാണ് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. മിൽപ്പാലം കടവിൽ മരണപ്പെട്ടവരിലേറെയും യുവാക്കളും വിദ്യാർത്ഥികളുമാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ വർഷവും കുടുംബത്തോടെത്തിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മിൽപ്പാലത്ത് മരണപ്പെട്ടിരുന്നു. അടിയന്തരമായി പഞ്ചായത്തും ഫോറസ്റ്റും പോലീസ് അടക്കമുള്ള വകുപ്പുകൾ MLA ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ നാളിതുവരെ മിൽപ്പാലത്തെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു 17-കാരന്റെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഇവിടെ എത്തുന്നവർക്ക് ശക്തമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. എന്തായാലും ഇന്ന് പുറത്തു വരുന്ന അത്യന്തം വേദനാജനകമായ വാർത്ത 17-കാരനായ +1 വിദ്യാർത്ഥി മിൽപ്പാലത്ത് ഒഴുക്കിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന അഹ്സാൻ മരണത്തിന് കീഴടങ്ങി എന്നതാണ്.